നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയിലൂടെ കടന്നുപോകുമ്പോൾ എല്ലാ അറിവും എല്ലാ തത്വചിന്തയും വെറും വാക്കുകളായി മാറുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ തീ കെടുത്താൻ ഒന്നിനും കഴിയില്ല. എന്നാൽ ഇതേ തീയിലൂടെ, ഇതേ വേദനയിലൂടെ ഒരു ദൈവം കടന്നുപോയിട്ടുണ്ടെങ്കിലോ? ഒന്നാലോചിച്ചു നോക്കൂ. ഈ ചോദ്യം കേൾക്കുമ്പോഴേ നമുക്കൊരു അസ്വസ്ഥതയാണല്ലേ? കാരണം നമ്മൾ പഠിച്ചുവച്ചിരിക്കുന്നത് ദൈവങ്ങൾ പൂർണ്ണരാണ്, അവരെ തകരില്ല എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ശ്രീരാമനെപ്പോലൊരു ദൈവം. എന്നാൽ എല്ലാവരും ആരാധിക്കുന്ന ആ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു നിമിഷമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ധൈര്യവും ജ്ഞാനവും ചോർന്നുപോയൊരു നിമിഷം. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ദുഃഖത്തിന്റെ ആഴങ്ങളിൽ അദ്ദേഹം തനിച്ചായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത്. കേട്ടോ, ഇതൊരു ദൈവത്തിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് നിങ്ങളുടെയും എന്റെയും ചോദ്യമാണ്. എല്ലാം അറിയാം, ഒന്നും ശാശ്വതമല്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്കിത്രയധികം വേദനിക്കുന്നത്? രാമന്റെ ഈ ചോദ്യം ശിവഗീതയിൽ നിന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ട് പോലുമില്ലാത്തൊരു സംഭാഷണം. എന്തുകൊണ്ടാണ് നമ്മുടെ അറിവൊക്കെ വേദനയുടെ മുന്നിൽ ഇങ്ങനെ തോറ്റുപോകുന്നത്? എന്തുകൊണ്ടാണ് മനസ്സ് പറയുന്ന സത്യം ഹൃദയത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിന്നീ വിവരണത്തിലൂടെ തേടാൻ പോകുന്നത്. ഇത് വെറും ഒരു പുരാണകഥയല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ സംഘർഷത്തിന്റെ താക്കോലാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിക്കുന്നു എന്ന് കരുതുക, ഒരു വേർപാട്. അപ്പത്തന്നെ നിങ്ങളുടെ ഉള്ളിൽ രണ്ട് ശബ്ദങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഒന്ന് യുക്തിയുടെ ശബ്ദം, മറ്റേത് അനുഭവത്തിന്റെ ശബ്ദം. കണ്ടോ, ഇതാണ് പ്രശ്നം. ഈ ഒരു യുദ്ധം. അറിവ് ഒരു ഭാഗത്ത്, അനുഭവം മറുഭാഗത്ത്. നിങ്ങളുടെ തലച്ചോറ് പറയണു ഇതൊന്നും കാര്യമാക്കേണ്ട, പക്ഷെ നിങ്ങളുടെ ഹൃദയം നിലവിളിക്കുകയാണ്. ഈ സംഘർഷമാണ് നമ്മുടെ എല്ലാം ദുരിതങ്ങളുടെ അടിസ്ഥാനം. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഇതൊന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ എല്ലാ വേദനകൾക്കും കാരണം ഓരോ സെക്കൻഡിലും നിങ്ങൾ അറിയാതെ വരുത്തുന്ന ഒരൊറ്റ അടിസ്ഥാനപരമായ തെറ്റാണെങ്കിലോ? നമ്മുടെ ദുരിതങ്ങൾ പുറത്തുള്ള സംഭവങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഒരു വലിയ തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിലോ? ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് രാമന്റെ ചോദ്യത്തെക്കുറിച്ചാണ്. പക്ഷെ അതിന് ഉത്തരം നൽകിയതാരാണെന്നോ? സാക്ഷാൽ മഹാദേവൻ. ആ സംഭാഷണമാണ് ശിവഗീത. ആ സംഭാഷണത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴമുള്ളതാവും, ഒരു പക്ഷേ കുറച്ചുകൂടി നമ്മളെ പിടിച്ചുലക്കുന്നതുമാവും. ശരി, അപ്പോൾ എന്താണ് ആ അടിസ്ഥാനപരമായ തെറ്റ്? ശിവഗീത പറയുന്ന ആ രോഗനിർണയം എന്താണ്? വളരെ ലളിതമാണ്. നിങ്ങൾ ഒന്നല്ല, രണ്ടാണ്. നിങ്ങൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റാത്തതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് നിങ്ങളുടെ ശരീരം, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. അത് ജനിക്കുന്നു, വളരുന്നു, ക്ഷയിക്കുന്നു, ഒടുവിൽ മരിക്കുന്നു. എല്ലാ വികാരങ്ങളും ആഗ്രഹങ്ങളും വേദനകളും ഒക്കെ ഈ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മറുവശത്ത് ഇതിനെയെല്ലാം വെറുതെ നോക്കിക്കാണുന്ന, ഒന്നും സംഭവിക്കാതെ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന ഒന്ന്. അതാണ് ആത്മാവ്, അല്ലെങ്കിൽ യഥാർത്ഥ ഞാൻ. എന്തൊരു മനോഹരമായൊരു ഉപമയാണിതല്ലേ? ഒരു കെട്ടിടം പൊളിച്ചാലും അതിനകത്തെ ആ സ്പേസ് അല്ലെങ്കിൽ ശൂന്യത നശിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണിതും. ശരീരം നശിച്ചാലും അതിനകത്തെ ബോധമാകുന്ന ആത്മാവ് നശിക്കുന്നില്ല. അതെപ്പോഴും അവിടെയുണ്ട്, ഒരു മാറ്റവുമില്ലാതെ. അപ്പോ വീണ്ടും നമ്മൾ ആ ചോദ്യത്തിലേക്ക് എത്തുന്നു. രാമൻ ചോദിച്ച അതേ ചോദ്യം. എന്റെ ഉള്ളിലെ ആത്മാവ് ശാശ്വതനും വേദനയില്ലാത്തവനുമാണെങ്കിൽ പിന്നെ ആരാണീ വേദനിക്കുന്നത്? ആരാണ് കരയുന്നത്? ആരാണീ തീയിൽ വെന്തുരുകുന്നത്? ഇതിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്: മായ. ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊരു തട്ടിപ്പല്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ സ്ക്രീനിലെ കഥാപാത്രം കരഞ്ഞാൽ നമുക്കും സങ്കടം വരില്ലേ? അതുപോലെ നിങ്ങളാ കഥാപാത്രമല്ലെന്ന് നമുക്ക് നന്നായി അറിയാം. എന്നാലും ആ നിമിഷത്തേക്ക് നമ്മൾ അതുമായി ഒന്നായിത്തീരുന്നു. മായ ചെയ്യുന്നത് ഇതാണ്. അത് ശരീരമാകുന്ന കഥാപാത്രവുമായി ആത്മാവിനെ തെറ്റായി ബന്ധിപ്പിക്കുന്നു. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ ശിവഗീതയിൽ തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട്. കടപ്പുറത്ത് കിടക്കുന്ന ഒരു ചിപ്പിയിൽ വെയിലടിക്കുമ്പോൾ വെള്ളി പോലെ തിളങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഒരു നിമിഷത്തേക്ക് അത് വെള്ളിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആ തോന്നലേ യഥാർത്ഥമല്ല, അതൊരു മിഥ്യാബോധമാണ്. അതുപോലെ യഥാർത്ഥത്തിൽ ശിവൻ അഥവാ ആ പരമമായ ബോധം മാത്രമേ ഉള്ളൂ. അതിൽ ഈ ലോകവും നിങ്ങളുടെ ശരീരവും സുഖദുഃഖങ്ങളുമെല്ലാം ഒരു തോന്നലായി, ഒരു മിഥ്യാബോധമായി മായ കാരണമുണ്ടാകുന്നതാണ്.
രാമന്റെ സംശയങ്ങൾക്ക് അഗസ്ത്യമുനി മറുപടി കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായില്ല. അപ്പോഴാണ് ഈ സംഭാഷണത്തിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ തന്നെ രാമനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ വാക്കുകളിലെ ആ ഒരു ശക്തി ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു വെറും പ്രസ്താവനയല്ല, യാഥാർത്ഥ്യമെന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിവനിവിടെ പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാം, നിങ്ങളുടെ ശരീരവും മനസ്സും വേദനയും ഉൾപ്പെടെ എല്ലാം തന്നിൽ നിന്നാണുണ്ടാകുന്നത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം തോന്നാം, അല്ലേ? കൈകാലുകളില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? കണ്ണില്ലാതെ എങ്ങനെ കാണും? ഇവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ശിവൻ സംസാരിക്കുന്നത് ഒരു രൂപത്തെക്കുറിച്ചല്ല, ഒരു വ്യക്തിയെക്കുറിച്ചല്ല. അദ്ദേഹം സംസാരിക്കുന്നത് രൂപങ്ങൾക്കും വ്യക്തികൾക്കും അതീതമായ ആ ശുദ്ധമായ ബോധത്തെക്കുറിച്ചാണ്. ഇപ്പോ ഈ മുഴുവൻ സംഭാഷണത്തിന്റെയും കാതലായ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ശിവൻ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ ബോധമാണ് എന്നൊക്കെ, അതൊന്നും പുറത്തുള്ള ഒരു ദൈവത്തെക്കുറിച്ചല്ല. അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷിയെക്കുറിച്ചാണ്, നിങ്ങളിലെ ആത്മാവിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം ആ ആത്മാവാണ്. അപ്പോ ആ വലിയ മാറ്റം ഇത്രയുള്ളൂ. ഒന്നാമത്തെ തെറ്റ്, വേദന അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ വെളിപാട്, ആ വേദനയുടെ അനുഭവത്തിന് സാക്ഷിയാകുന്ന ശുദ്ധമായ ബോധമാണ് യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിയുന്നത്. ഈ ഒരു വാക്യം മാത്രം മതി എല്ലാം മനസ്സിലാക്കാൻ. നിങ്ങൾ കൊടുങ്കാറ്റല്ല, നിങ്ങൾ ആകാശമാണ്. കൊടുങ്കാറ്റും മഴയും മിന്നലും മേഘങ്ങളും എല്ലാം ആകാശത്തിലൂടെ വരും പോകും. പക്ഷെ അതൊന്നും ആകാശത്തെ ബാധിക്കുന്നേയില്ല. ആകാശം എപ്പോഴും അവിടെയുണ്ട്, വിശാലമായി, ശാന്തമായി. നിങ്ങളുടെ ജീവിതത്തിലെ വേദനകളും ദുരിതങ്ങളും ആ കൊടുങ്കാറ്റുപോലെയാണ്. നിങ്ങൾ ആ കൊടുങ്കാറ്റല്ല, നിങ്ങൾ അതിനെല്ലാം ഇടം നൽകുന്ന ആകാശമാണ്. ശരി, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ അറിവുകൊണ്ട് പ്രായോഗികമായി എന്ത് പ്രയോജനം? ഇത് മനസ്സിലാക്കിയാൽ പിന്നെ വേദനയേ ഉണ്ടാകില്ലേ? ഇല്ല, അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നതെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. വേദന അപ്പോഴുമുണ്ടാവും, ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇനിയും സംഭവിക്കാം. പക്ഷെ നിങ്ങൾ ആ വേദനയായി മാറില്ല. തീ അപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ആ കത്തുന്ന വിറകല്ല, അതിനെ നോക്കിക്കാണുന്ന ആളാണെന്ന ബോധം വരും. ആ നിമിഷം വേദനയുടെ ശക്തി കുറഞ്ഞു തുടങ്ങും, അതിന്റെ പിടി അയഞ്ഞു തുടങ്ങും. ഒരു നിമിഷം വേണമെങ്കിൽ കണ്ണടച്ചിരുന്ന് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒന്നുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ, ആ അറിയുന്ന ഒന്നിന്, അതിന് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രായമുണ്ടോ? അതിന് പേരുണ്ടോ? അതിന് നിങ്ങളുടെ ടെൻഷനുകളുണ്ടോ? അതോ അതൊരു സാന്നിധ്യം മാത്രമാണോ? ശാന്തമായ, നിരീക്ഷിക്കുന്ന ഒരു സാന്നിധ്യം. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്. ഇത് ഞാൻ നിങ്ങൾക്കായി വിട്ടുതരാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ ജീവിതമെന്ന സിനിമ കാണുന്ന ആ കാഴ്ചക്കാരൻ ആരാണത്? എപ്പോഴാണോ നിങ്ങൾക്ക് ആ കാഴ്ചക്കാരനായി മാറാൻ കഴിയുന്നത്, അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. അവിടെ വേദന അവസാനിക്കുന്നില്ല, പക്ഷെ ദുരിതം അവസാനിക്കുന്നു.